ഇത് മില്ലർ പാർക്കിലെ മില്ലർ സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇവിടെയാണ് ഈ ലിഞ്ച്ബർഗ് എൻവയറമെന്റൽ എഡ്യൂക്കേഷൻ സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ഒരു നേച്ചർ സോൺ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഒരു സിമ്പിൾ റൂമാണെന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് കുറച്ച് ടരാഞ്ചുലയും സ്നേക്കും ടർട്ടിൽസും കുറച്ച് പിള്ളേരുടെ എഡ്യൂക്കേഷണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ അകത്തോട്ട് പോയി നോക്കാം. ഈ ബിൽഡിങ്ങിനകത്ത് പഴയ സ്റ്റൈൽ കൺസ്ട്രക്ഷനാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇതാണ് മില്ലർ സെൻറ്റർ. അപ്പോൾ ലിഞ്ച്ബർഗിൽ വരികയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്യണം, ഈ നേച്ചർ സോൺ മില്ലർ സെൻറ്ററിൽ. നമുക്കൊന്ന് അകത്തോട്ട് കയറി ചെന്നൊന്ന് നോക്കാം. ഓക്കെ, ഈ സ്നേക്ക് എൻകൗണ്ടർ ഉണ്ട് കേട്ടോ, മറ്റേ വെർജീനിയയിൽ ലിഞ്ച്ബർഗിലുള്ള ഈ നേച്ചർ സോണിൽ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ എവറി തേർഡ് സാറ്റർഡേ സ്നേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആനിമൽസ്, മിക്കവാറും സ്നേക്ക് ആയിരിക്കും, അതിൻ്റെ ഹാൻഡ്സ് ഓൺ ഉണ്ടാവും. തൊട്ട് കാണിക്കുക, നമുക്ക് തൊടാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതാണ് സ്നേക്ക് എൻകൗണ്ടർ നേച്ചർ സോണിലുള്ള. ഇത് സ്പ്രെഡ് യുവർ വിങ്സ് എന്ന് പറഞ്ഞിട്ട് പല 3 പക്ഷികളുടെ പടം വരച്ചിട്ടുണ്ട്. 4 പക്ഷികളുടെ, ബാൾഡ് ഈഗിള്, ഗ്രേറ്റ് ഹോൺഡ് ഔള്, റെഡ് ടൈൽഡ് ഹോക്ക്, അമേരിക്കൻ പെസ്ട്രൽ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോട്ടെ, ഇത് മഡ്ഗാസ്കർ ഹിസ്സിംഗ് കോക്രോച്ച് എന്നാണ് പറയണത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചു, ഇതാണ് സംഭവം. ഇത് വരുന്നുണ്ട്, ഇതൊരു ചില്ലുകൂട്ടിലാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അബ്ഡോമിനൽ വയറിൽ കൂടിയാണ് ഹിസ് ചെയ്യുന്നത്. പിന്നെ ഫൈറ്റ് ചെയ്യും മെയിൽസ്. ഫുഡിൻ്റെ കാര്യം പറയുന്നുണ്ട്. 60 കോക്രോച്ച് വരെ ഉണ്ടാവും എന്ന് പറയണം. ഒന്നുകൂടി ക്ലോസപ്പിൽ കാണിച്ചേക്കാം. ഇതൊക്കെയാണ് ഹിസ്സിംഗ് കോക്രോച്ച്. ഡിസ്ക്രിപ്ഷൻ ഇത് മരത്തിൻ്റെയൊക്കെ ഇടയിലാണ് കയറിയിരിക്കുന്നത്, അതും വേണമെങ്കിൽ ശ്രദ്ധിച്ചു. ഓക്കെ, ഇത് ബേർഡ് ഡാർക്ക് ഡ്രാഗൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ദേഷ്യം വന്ന ഡാർക്ക് കളറാണെന്ന് പറയുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ, ബേർഡ് ഈസ് യൂസ്ഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ ഇൻ മീറ്റിംഗ് ഓർ ഡിസ്പ്ലേ ഓഫ് അഗ്രഷൻ. ഓംനിവോറസ് ആണ്, ഓസ്ട്രേലിയയാണ് എൻ്റെ നാട്. ബേർഡ് ഡ്രാഗൺ, അത് ദിവനാണ് ആള്. ഇവൻ നമ്മുടെ ബേർഡ് ഡ്രാഗൺ.
ഇത് യെല്ലോ റാറ്റ് സ്നേക്ക്, ഇത് മഞ്ഞച്ചേര വിർജീനിയയിൽ കണ്ടാവുന്നുണ്ടെന്നാണ് പറയുന്നത്. നോൺ വെനംസ് ആണ്. പിന്നെ കൺസ്ട്രക്ടറാണ്. കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ ഞെക്കണ സാധനം എന്ന് പറയണം. പിന്നെ ക്ലൈംബറാന്നും പറയുന്നുണ്ട്. പിന്നെ ഫുഡ് റോഡൻറ്റ്, ബേഡ്സ് ആൻഡ് എഗ്, തുരപ്പനൊക്കെയാണ് കഴിക്കുന്നത്. ഞാനൊന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ റാറ്റ് സ്നേക്ക്. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതാണ് റാറ്റ് സ്നേക്ക്. അകത്തോട്ട് ഇതിൻ്റെ തല കാണാൻ പറ്റുന്നില്ല. ഇത് ചിലിയൻ റോസ് ടാരാഞ്ചുല എന്ന് പറയുന്നു. വിഷമുള്ളതാണ്. ഡെസേർട്ട് റീജിയനിലാണ് ഉണ്ടാണ്. ചിലിയിൽ അറ്റാക്കമ റീജിയനിൽ ഉണ്ടാവും. ക്ലോസപ്പിലൊന്ന് കാണിച്ചേക്കാം. ഇതാണ് നമ്മുടെ ടാരാഞ്ചുല, ചിലിയൻ റോസ് ടാരാഞ്ചുല. അതിങ്ങനെ ഇരിക്കുന്നുണ്ട്. മോളിൽ നിന്നുള്ളൊരു വ്യൂ കൂടി കാണിക്കാം. ഇത് റെഡ് നീൻ ടാരാഞ്ചുലയാണ്. മെക്സിക്കോയിലുള്ളതാണ്. ഇത് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് സ്വം ചെയ്ത് കാണിക്കാം. ഈ സംഭവമാണ് റെഡ് നീൻ ടാരാഞ്ചുല. കുറച്ച് നേരം കൂടി കാണിക്കാം. ടാരാഞ്ചുല, റെഡ് നീ ടാരാഞ്ചുല കാണാത്തവർ കണ്ടു. ഇരിക്കുന്ന റെഡ് നീ ടാരാഞ്ചുല. ഡിസ്ക്രിപ്ഷൻ ഒന്നുകൂടി കണ്ടു. ഗോൾഡ് ഫിഷാണ്. എന്താണ്, നാരോ ബോഡി ഗോൾഡ് ഫിഷ്. പെറ്റ് സ്റ്റോറിലൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത് യൂറേഷ്യയിൽ ഉണ്ടാകുന്നതാണ് പറയുന്നത്. പിന്നെ ചൈന, കൊറിയ, ഓമിനി പറയാമെന്നും പറയുന്നുണ്ട്. ഗോൾഡ് ഫിഷിനെ നമുക്ക് കാണിച്ചേക്കാം. ഇതാണ് നമ്മുടെ ഗോൾഡ് ഫിഷ്.
ഇത് ബുൾ ഹെഡ് കാറ്റ് ഫിഷ്, നമ്മുടെ മുഷിയാണ്. ഓംനിവോറ എന്ന് പറയുന്നുണ്ട്. വായിലൊഞ്ഞാൽ എല്ലാം കഴിക്കുന്നു പറയുന്നുണ്ട്. കാഴ്ചശക്തി ഇത്ര കുറവാന്ന് പറയുന്നുണ്ട്. ഉം, 20 ഇഞ്ചിൽ നീളം വരെ വളരുമെന്ന് പറയുന്നുണ്ട്. ഞാൻ അക്വേറിയത്തിൽ എവിടെ കിടക്കണമെന്ന് നോക്കാം. ഈ ഇരിക്കണവനാണ് നമ്മുടെ മുഷി. ഇതിൻ്റെ ആ വിസ്കർ, ആ കൊമ്പ് വെച്ചിട്ടാണ് എറിനെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് പറയണം. ഇതാണ് നമ്മുടെ മുഷി. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത് വിർജീനിയയിൽ എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതാണെങ്കിലുണ്ട്. ഇത് വേറൊരു ടർട്ടിലാണ്. മഡ് ടർട്ടിൽ ആണെന്നാണ് പറയണത്. സൗത്ത് ഈസ്റ്റേൺ മഡ് ടർട്ടിൽ. ഈ സൗത്ത് ഈസ്റ്റേൺ മഡ് ടർട്ടിൽ കാണിക്കും. ഇതാണ്. Well, no, get those. Leah. Carla, what you find? Leah. They have a dragon. It's a chameleon. What is that? A turtle? That is not a turtle. Yes, it is. He's stretched out. Snapping turtle. Two turtles. Over here, it looks like two. That's his reflection in water. It's a snapping turtle. Right there. Turtles up there. That's a big turtle. That's what I was. A bearded dragon. Is that two turtles? No. One. It's a reflection. No. What? That's what I was. He's got on the program. That's fine. They probably got him over there. See? No, you don't even look at what. What's up with you? He's over there asleep. He's over there. It says something. See? I'm trying to get my fingers. Thinks he's out there. He's look. That turtle is up there. Mom, that's what I want. Oh my God, that's the lizard grandma one. Yeah, that's what I want, but I couldn't find it. That's what I was gonna buy you, was you wanted a rabbit. Cause you can walk him, man. You know, like a leash. So how much do y'all really like the rabbits? When you bring it, you know you want to go. Never can have the rabbit. I like that. Look at that tiny because I like it. It's a stem. ഇത് ഈസ്റ്റേൺ പെയിൻറ് ടർട്ടിലാണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെർജീനിയയിൽ കാണപ്പെടുന്നതാണ്. പിന്നെ ഓംനിവോറ എന്ന് പറയുന്നുണ്ട്. ഈസ്റ്റേൺ പെയിൻറ് ടർട്ടിൽ. അതിലത് ഇതാണ് കണ്ടത്. ഈസ്റ്റേൺ
ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒന്നും കൂടി ഞാൻ കാണിക്കും. ഇതൊരു വേറെ തരം ടർട്ടിലാണ്. ഇത് റെഡ് ഇയേർഡ് സ്ലൈഡർ എന്നാണ് പറയണം. ബ്രാക്കിഷ് വാട്ടർ, തെളിവെള്ളത്തിലേക്ക് ഉണ്ടാവുമെന്ന് പറയണം. ഇപ്പോൾ ഇത് കുറച്ച് ഇൻവേസീവ് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ വെർജീനിയയിൽ കണ്ടാവാനുണ്ടെന്ന് പറയുന്നുണ്ട്. റെഡ് ഇയേർഡ് സ്ലൈഡർ. പോസ്റ്റർ അത് കണ്ടു. ഇത് ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ലൈഫ് സ്പാനിനെ പറ്റി പറയുന്നതാണ്. അത് വേസ്റ്റായിട്ട് വരുമ്പോഴത്തേക്കും അത് പസഫിക് ഓഷ്യനിൽ കണ്ടാലും ഡിപ്പോസിറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ടെക്സാസ് സ്റ്റേറ്റിനേക്കാളും ലാർജറാണ്. 80,000 ടൺസ് വരുമെന്നും പറയണം. ഇതാണ് ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച്. അപ്പോൾ ഇത് മനസ്സിലാക്കാത്തവർ കാണിച്ചു. ഞാനൊരു കുറച്ച് നേരം കൂടി കാണിക്കാം.